നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഹൈദരാബാദിനെ നടുക്കിക്കൊണ്ട് മറ്റൊരു കൊലപാതകം. ആന്ധ്രാപ്രദേശ് കേഡറിലെ വിരമിച്ച IPS ഉദ്യോഗസ്ഥൻ വിനയ് രഞ്ജൻ റെയുടെ ഭാര്യ തനുജ രഞ്ജനെയാണ് ജൂബിലി ഹിൽസിലെ പ്രശാസൻ നഗറിലുള്ള വസതിയിൽ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തുന്നത്. 60 വയസ്സാണ് ഇവർക്ക് പ്രായം. നേപ്പാൾ സ്വദേശിയായ വീട്ടുജോലിക്കാരി കൽപ്പനയുടെ നേതൃത്വത്തിൽ കവർച്ചാ സംഘം നടത്തിയ കൊലപാതകമാണെന്നാണ് പോലീസ് സംശയിക്കുന്നത്. 1986 ബാച്ച് IPS ഉദ്യോഗസ്ഥനായ വിനയ് രഞ്ജൻ റേ 2019 ജയിൽ DGP ആയാണ് വിരമിച്ചത്. വ്യക്തിപരമായ ആവശ്യങ്ങൾക്കായി അദ്ദേഹം ഒരാഴ്ച മുമ്പ് ബാംഗ്ലൂരിലേക്ക് പോയിരുന്നു. ഈ സമയത്ത് തനുജയും അദ്ദേഹത്തിന്റെ 2 മക്കളുമാണ് വീട്ടിലുണ്ടായിരുന്നത്. വ്യാഴാഴ്ച രാത്രി 1ാം നിലയിലെ കിടപ്പുമുറിയിലേക്ക് തനുജ ഉറങ്ങാൻ പോയി. മക്കൾ 2ാമത്തെ നിലയിലുള്ള മുറികളിലായിരുന്നു. വെള്ളിയാഴ്ച രാവിലെ മറ്റൊരു വീട്ടുജോലിക്കാരി എത്തി കോളിംഗ് ബെൽ അടിച്ചപ്പോൾ മകൾ സുനന്ദ വാതിൽ തുറന്നു. വീട്ടുജോലിക്കാരിയായ കൽപ്പനയെ കാണാതിരുന്നതിനെ തുടർന്ന് സുനന്ദ അമ്മയുടെ മുറിയിൽ പരിശോധിച്ചപ്പോഴാണ് കൈകാലുകൾ ബന്ധിച്ച നിലയിൽ തനുജയെ തറയിൽ കണ്ടെത്തിയത്. തനുജയുടെ വായിൽ രക്തം പുരണ്ട തുണി തിരികെ നിലയിലായിരുന്നു. ഉടൻ തന്നെ അടുത്തുള്ള ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചതായി ഡോക്ടർമാർ സ്ഥിരീകരിച്ചു. പുലർച്ചെ ഏകദേശം 2 മണിയോടെയാണ് കൊലപാതകം നടന്നതെന്നാണ് പോലീസ് കരുതുന്നത്. ആസൂത്രിതമായ കൊലപാതകമാണെന്നും ആഭരണങ്ങളും വിലപിടിപ്പുള്ള വസ്തുക്കളും തട്ടിയെടുക്കാനാണ് കൃത്യം നടത്തിയതെന്നും സിറ്റി പോലീസ് കമ്മീഷണർ പറഞ്ഞു. വിനയ് രഞ്ജന്റെ അമ്മയെ പരിചരിക്കാനാണ് കൽപ്പനയെ ജോലിക്കെടുത്തത്. വീട്ടിലെ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയ ഇവർ മോഷണ സംഘത്തെ അകത്ത് കയറാൻ സഹായിച്ചതായാണ് പ്രാഥമിക നിഗമനം. ഇവർ ഒളിവിലാണ്. ഇവർക്കായുള്ള തിരച്ചിൽ പുരോഗമിക്കുന്നുണ്ട്. സമീപത്തുള്ള CCTV ദൃശ്യങ്ങളും പോലീസ് പരിശോധിച്ചു വരികയാണ്. പുലർച്ചെ 1 മണിയോടെ 3 പേർ വീട്ടിലേക്ക് കടക്കുന്നതായും ഏകദേശം 2:30 ബാഗുമായി പുറത്തേക്ക് പോകുന്നതും CCTV ദൃശ്യങ്ങളിൽ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. പ്രതികൾ ജൂബിലി ഹിൽസിൽ നിന്നും ഓട്ടോറിക്ഷയിൽ നാംപള്ളി റെയിൽവേ സ്റ്റേഷനിൽ എത്തിയതായും അവിടെ നിന്ന് തെലങ്കാന എക്സ്പ്രസിൽ നാഗ്പൂർ ഭാഗത്തേക്ക് പോയതായും പോലീസ് കണ്ടെത്തി. പ്രതികളെ കണ്ടെത്താൻ പ്രത്യേകിച്ച് പോലീസ് സംഘങ്ങളെ നിയോഗിച്ചു. പുലർച്ചെ 2 മണിയോടെയാണ് സംഭവം നടന്നതെന്നും പ്രാഥമിക അന്വേഷണത്തിൽ വ്യക്തമായ. ഒപ്പം നേപ്പാളിൽ നിന്നുള്ള ഒരു സംഘമാണ് സംഭവത്തിൽ ഉൾപ്പെട്ടിരിക്കുന്നതെന്ന് ഹൈദരാബാദ് പോലീസ് കമ്മീഷണർ VC സഞ്ജനാർ പറഞ്ഞു. അന്വേഷണ ഉദ്യോഗസ്ഥർ നിർണായക സൂചനകൾ ശേഖരിച്ചിട്ടുണ്ടെന്നും ഇതിൽ ഉൾപ്പെട്ടവരെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണെന്നും അറിയിച്ചു. ഇത്തരം സംഘങ്ങൾ ഹൈദരാബാദിൽ മാത്രമല്ല മറ്റ് മെട്രോ നഗരങ്ങളിലും സമാനമായ കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. കുടുംബാംഗങ്ങൾ അകലെയായിരിക്കുമ്പോഴാണ് സാധാരണയായി ഇവർ ആക്രമണം നടത്തുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. സംഭവം നടക്കുമ്പോൾ ശ്രീ വിനയ് രഞ്ജൻ യാത്ര ചെയ്യുകയായിരുന്നുവെന്നും ദമ്പതികളുടെ കുട്ടികൾ മുകളിലത്തെ നിലയിൽ ഉറങ്ങുകയായിരുന്നതിനാൽ താഴത്തെ നിലയിൽ എന്താണ് സംഭവിച്ചതെന്ന് അവർക്ക് അറിയില്ലായിരുന്നുവെന്നും കമ്മീഷണർ പറഞ്ഞു. ജോലിക്കാരിയായ ഒരു സ്ത്രീയുടെ സംശയാസ്പദമായ സഹായത്തോടെയാണ് സംഘം വീട്ടിൽ കയറിയതെന്നും പ്രാഥമിക കണ്ടെത്തലുകൾ സൂചിപ്പിക്കുന്നു. ഇരയെ വായ കെട്ടിയ നിലയിലാണ് കണ്ടെത്തിയത്. ശ്വാസം മുട്ടി മരിച്ചതായി സംശയിക്കുന്നു. ഇര മരിച്ചതിനു ശേഷം സംഘം രക്ഷപ്പെട്ടതായി തോന്നുന്നുവെന്ന് അന്വേഷണവുമായി അടുത്ത ബന്ധമുള്ള ഉദ്യോഗസ്ഥർ മാധ്യമങ്ങളോട് പറഞ്ഞു. ആക്രമണത്തിന് പിന്നിലെ സംഘത്തെ കണ്ടെത്താൻ ടാസ്ക് ഫോഴ്സ് ഉൾപ്പെടെ 6 ടീമുകൾ രൂപീകരിച്ചിട്ടുണ്ട്. അതേസമയം വീട്ടുജോലിക്കാരെ നിയമിക്കുമ്പോൾ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും ശ്രീ സഞ്ജനാർ അഭ്യർത്ഥിച്ചു. ശരിയായ പശ്ചാത്തല പരിശോധനയുടെ പ്രാധാന്യം ഊന്നി പറഞ്ഞു അദ്ദേഹം. പ്രദേശത്തെ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചു വരികയാണെന്നും വീട്ടിൽ നിന്ന് കാണാതായ വസ്തുക്കൾ പോലീസ് ഇപ്പോഴും കണ്ടെത്തുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. പ്രതികളെ കണ്ടെത്തുന്നതിനും കുടുംബത്തിന് അറിയാവുന്ന ആളുകളുടെ സംശയാസ്പദമായ പങ്ക് ഉൾപ്പെടെ എല്ലാ സാധ്യതകളും പരിശോധിക്കുന്നതിനുമായി സംഘങ്ങളെ വിന്യസിച്ചിട്ടുണ്ടെന്നാണ് പോലീസ് പറഞ്ഞിരിക്കുന്നത്. മൃതദേഹം പോസ്റ്റ്മോർട്ടം പരിശോധനയ്ക്കായി മാറ്റിയിട്ടുണ്ട്. അന്വേഷണം പുരോഗമിക്കുന്നതിനാൽ കൂടുതൽ വിവരങ്ങൾക്കായി കാത്തിരിക്കുന്നു എന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. ഏതായാലും കുട്ടികൾ ഒന്നും തന്നെ താഴത്തെ മുറിയിൽ എന്താണ് നടക്കുന്നത് എന്നുള്ളതിന് യാതൊരു തരത്തിലുള്ള ശബ്ദമോ ഒന്നും കേട്ടില്ല എന്നാണ് പറയുന്നത്. കൃത്യമായി അകത്തുള്ള ഒരാളുടെ സഹായമില്ലാതെ ഈ സംഘത്തിനെ ഉള്ളിലേക്ക് പ്രവേശിക്കാനായിട്ട് സാധിക്കില്ല. അതുകൊണ്ട് തന്നെയാണ് ആ വീട്ടുജോലിക്കാരിയെ സംശയിക്കുന്നത്. ആ വീട്ടുജോലിക്കാരിക്കായിട്ടുള്ള തിരച്ചിലും തുടരുകയാണ്. കഴിഞ്ഞ 2 ആഴ്ച മുമ്പാണ് ഇത്തരത്തിൽ ഡൽഹിയിലും IRS ഉദ്യോഗസ്ഥന്റെ മകളെ വീട്ടിൽ അതിക്രൂരമായി ബലാത്സംഗത്തിന് ഇരയാക്കിയ വാർത്ത നമ്മൾ കേട്ടത്. അതും ഇത്തരത്തിൽ ഒരു വീട്ടുജോലിക്കാരനാണ്. അവിടെ മുൻപ് നിന്നിരുന്ന ഒരു വീട്ടുജോലിക്കാരനാണ്. 19 വയസ്സ് മാത്രമുള്ള ഒരു യുവാവാണ്.
ആ വീട്ടിൽ അച്ഛനും അമ്മയും പുറത്തേക്ക് പോയ സമയം കൃത്യമായി മനസ്സിലാക്കി ഇയാൾ വീട്ടിലേക്ക് കയറുകയും പണം ആവശ്യപ്പെടുകയും തരില്ല എന്ന് പറഞ്ഞപ്പോൾ ആ പെൺകുട്ടിയെ അതിക്രൂരമായി മർദ്ദിക്കുകയും അതിനുശേഷം പീഡനത്തിനിരയാക്കിയ ശേഷം അവിടെ നിന്ന് മടങ്ങുകയും ചെയ്ത വാർത്ത കണ്ടത്. ഈ പ്രതിയെ വളരെ വേഗത്തിൽ തന്നെ പോലീസിന് പിടികൂടാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ പ്രതികൾക്കായിട്ടുള്ള തിരച്ചിൽ തുടരുകയാണ്. അന്ന് ആ 19 വയസ്സുകാരനായിട്ടുള്ള പ്രതിയെ പിടികൂടിയപ്പോൾ ഒന്നും തന്നെ യാതൊരു തരത്തിലുള്ള കുറ്റബോധവും അവൻ്റെ മുഖത്തുണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. പൈസ തന്നിരുന്നെങ്കിൽ ഒരുപക്ഷെ കൊല്ലുമായിരുന്നില്ല എന്നും അവൻ പറയുന്നുണ്ടായിരുന്നു. അതും ഒരു വീട്ടുജോലിക്കാരനാണ്. അത് മുൻപ് ആ വീട്ടിൽ ജോലി ചെയ്തിരുന്നതാണ്. പിന്നീട് പലരിടത്തും നിന്നും പണം കൈപ്പറ്റിയതിൻ്റെ പേരിൽ പല പ്രശ്നങ്ങളും ഉണ്ടായപ്പോഴാണ് വീട്ടുജോലിയിൽ നിന്നും പിരിച്ചുവിട്ടത്. പിന്നീട് കൃത്യമായി ആ വീടിൻ്റെ താക്കോലടക്കം എവിടെയാണ് സൂക്ഷിച്ചു വെക്കുക, ആ വീട്ടിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴികൾ, എങ്ങനെയാണ് വീട്ടിനകത്തേക്ക് കയറുക എന്നുള്ള കാര്യങ്ങൾ കൃത്യമായി ഈ വീട്ടുജോലിക്കാരന് അറിയാമായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇയാൾ ആ വീട്ടിൽ ആരുമില്ലാത്ത തക്കം നോക്കി കയറിയത്. ഏതായാലും പോലീസ് പറയുന്നതനുസരിച്ചിട്ട് ഇത്തരത്തിൽ ഈ മെട്രോ നഗരങ്ങളിലെല്ലാം താമസിക്കുന്നവർക്ക് കൂടുതൽ വീട്ടിൽ ജോലിക്കായിട്ട് മറ്റും സഹായത്തിനും ആരെങ്കിലൊക്കെ ഉണ്ടാകും. പക്ഷേ അവരെയൊക്കെ തന്നെ നിയമിക്കുമ്പോൾ കൃത്യമായി അവരുടെ ഒരു പശ്ചാത്തലം എന്താണ് എന്നുള്ളത് അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. പലരും ക്രിമിനൽ പശ്ചാത്തലമുള്ളവരായിരിക്കാം. ഒരുപക്ഷെ 1 മാസമോ 2 മാസമോ 3 മാസമോ ഒക്കെ തന്നെ ആ വീട്ടുകാരുമായി നല്ല അടുപ്പത്തിൽ കഴിയുകയും എന്നാൽ ആ സമയം കൊണ്ട് കൃത്യമായിട്ടുള്ള ഒരു മോഷണം നടത്താനുള്ള രൂപരേഖ അവർ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയായിരിക്കും. അല്ലെങ്കിൽ പുറത്തുള്ള ഇത്തരത്തിലുള്ള കൊള്ള സംഘങ്ങൾക്ക് ആ വീടിൻ്റെ വിശദാംശങ്ങൾ അവർ ചോർത്തി കൊടുക്കുകയായിരിക്കും ചെയ്യുക. ഇത്തരത്തിലൊരു തക്ക സമയം കിട്ടുമ്പോഴായിരിക്കും ഇവർ കൊലപാതകം നടത്തുന്നുണ്ടാവുക. ഏതായാലും ഈ കേസിൽ അന്വേഷണം പുരോഗമിക്കുകയാണ്. പ്രതികളെ ഇതുവരെ പിടികൂടാനായിട്ട് സാധിച്ചിട്ടില്ല. റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ട്രെയിൻ കയറുന്നതാണ് അവസാനമായി ലഭിച്ച CCTV ദൃശ്യങ്ങൾ. അതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് അന്വേഷണം നടക്കുകയാണ്.